ഞാൻ കഴിഞ്ഞ ദിവസം പാലായ്ക്കടുത്തുള്ള ഒരു ഗ്രാമത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. റോഡിന് ഇരുവശവും വലിയ മാളികകൾ പോലുള്ള വലിയ കൊട്ടാരങ്ങൾ, വലിയ വീടുകൾ ഞാൻ കാണുകയുണ്ടായി. ഏകദേശം 50ഓളം വീടുകൾ, 50-നടുത്ത വീടുകളുണ്ടെന്ന് തോന്നുന്നു. ഞാൻ എണ്ണുകയുണ്ടായി. പല വീടുകളിലും ആളുകൾ താമസമില്ല. പല വീടുകളും ഒഴിഞ്ഞു കിടക്കുന്നു. മിക്ക വീടുകളിൽ ഉള്ള ആളുകൾ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറിയിരിക്കുന്നു. അനാഥമാകുന്ന വീടുകളുടെ അവസ്ഥ കേരളത്തിൽ വളരെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പാലായിലെ പരിസരത്തുള്ള ഇവിടെ മാത്രമുള്ള പ്രത്യേകതയല്ല. നമ്മൾ ഈ ചെങ്ങന്നൂർ, തിരുവല്ല, റാന്നി ഭാഗങ്ങളിലൊക്കെ, അടൂർ ഭാഗങ്ങളിലൊക്കെ നമ്മൾ യാത്ര ചെയ്താൽ ഒട്ടനവധി വീടുകൾ ഇങ്ങനെ അനാഥമായി കിടക്കുന്നത് കാണാം. പല വീടുകളിലും വയസ്സായ അപ്പനും അമ്മയും മാത്രമേ ഉള്ളൂ. ചിലരൊക്കെ മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലേക്ക് നേരത്തെ തന്നെ ആക്കിയിട്ടുണ്ട്. ചിലരൊക്കെ കൂടെയും കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ ഈ നമ്മുടെ നാട്ടിലെ യുവാക്കളൊക്കെ ഇങ്ങനെ നാട് വിട്ടു പോകുമ്പോൾ എന്തിനാണ് ഇത്രയും വലിയ വീടുകൾ ഈ നാട്ടിൽ പണിത് വച്ചിരിക്കുന്നത് നമുക്ക് തന്നെ അത്ഭുതം തോന്നും. ഇവിടെയൊക്കെ ഈ വലിയ വലിയ മാളികകൾ പണിതിട്ടിട്ട് ആരും താമസിക്കാനില്ലാതെ ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ സങ്കടം തന്നെയാണ് നമുക്ക് തോന്നുക. ഇത്രയും പൈസ മുടക്കി, ഇത്രയും സ്ഥലം വേസ്റ്റാക്കി, ആർക്കും ഒരു ഉപകാരമില്ലാതെ ഇങ്ങനെ അടഞ്ഞു കിടക്കുന്ന വീടുകൾ നമ്മുടെ നാടിൻ്റെ ഒരു ശാപം തന്നെയാണ്. പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള വീടുകൾ ഓരോ ദിവസവും കൂടിക്കൂടിക്കൊണ്ട് ഇരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ കേരളത്തിൽ മിക്കവാറും മലയാളികൾ ഉണ്ടാവില്ലാത്ത അവസ്ഥ വരും. മലയാളികൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വിവാഹം, ക്രിസ്ത്യൻ വിവാഹം പ്രത്യേകിച്ച്, അവർ ഈ നാട്ടിൽ നിന്ന് വലിയ തോതിലാണ് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ക്രൈസ്തവർക്കിടയിലെ പുതിയ തലമുറ നല്ലൊരു ശതമാനം വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുമ്പോൾ, ക്രിസ്തവർ മാത്രമല്ല ഹിന്ദു വിഭാഗത്തിലും നല്ലൊരു ശതമാനം വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുകയാണ്. അവരുടെയൊക്കെ വീടുകളിൽ വലിയ തോതിലാണ് അന്യമായിക്കൊണ്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള വീടുകൾ, നിരന്തരം ഇതുപോലുള്ള വീടുകൾ നമുക്ക് കാണാൻ കഴിയും. ഈ അവസ്ഥ തുടർന്നാൽ പല സ്ഥലത്തും ആളില്ലാതെ പലർക്കും നാട്ടിൽ ജീവിക്കാൻ കഴിയാതെ ടൗണിലേക്ക് ചേക്കേറേണ്ട അവസ്ഥ വരും. ജപ്പാനിലെ ടോക്കിയോ നഗരത്തിലേക്ക് ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് വലിയ തോതിൽ ജനം കുടിയേറിയൊരു വാർത്ത കേട്ടിട്ടുണ്ട്. അതിനുള്ള പ്രധാന കാരണം ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് താമസിക്കാൻ ആളില്ലാതെ വന്നതാണ്. അവിടെയുള്ള ഗ്രാമപ്രദേശങ്ങളിലെ വ്യവസായങ്ങൾ നിന്നു പോവുകയും പല സ്ഥലങ്ങളിലും ബിസിനസ് തകർന്നു പോവുകയും പലർക്കും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം വരികയും ചെയ്യും. പലരും വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറി, ശേഷിക്കുന്നവർ ടൗണിലേക്ക്, പ്രധാന പട്ടണങ്ങളിലേക്ക് ചേക്കേറുകയാണ് ഉണ്ടായത്. നമ്മുടെ നാട്ടിലും ഗ്രാമപ്രദേശങ്ങളിൽ വർഷങ്ങൾക്ക് ശേഷം സംജാതമാകാൻ പോകുന്ന ഒരു വലിയ വിപത്താണിതെന്ന് എനിക്ക് തോന്നുന്നു.